പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന അടുത്ത വർഷത്തെ, അതായത് ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന കീം അപ്ലൈ ചെയ്തിട്ടുള്ളവരായിട്ടുള്ള, എഴുതാൻ ഉദ്ദേശിക്കുന്നവരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഒരുപക്ഷെ നിങ്ങൾ ഈ പ്ലസ് ടു പരീക്ഷയുടെ ഒക്കെ തിരക്കിലായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 ദിവസങ്ങൾക്ക് ശേഷം ഈ പരീക്ഷ കഴിഞ്ഞ് ഏകദേശം ഏപ്രിൽ 13 കൂടി നിങ്ങളുടെ പ്രധാനപ്പെട്ട കീം പരീക്ഷ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ പ്ലസ് ടുവിന്റെ മാർക്ക് വെച്ചിട്ട് അതിന്റെ മാർക്കും നിങ്ങൾ എഴുതാൻ പോകുന്ന കീമിന്റെ മാർക്കും സംയോജിതമായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ തീരുമാനിക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള പടിവാതിക്കൽ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ പ്ലസ് ടു പരീക്ഷകൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ തന്നെ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത് PCM, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. അതിൽ തന്നെ മാത്സ് നിങ്ങളുടെ റേഷ്യോ 5 ആണ്. അത് കഴിഞ്ഞ് കെമിസ്ട്രി, ദെൻ ഫിസിക്സ്. അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ പരീക്ഷയ്ക്ക് വരുന്ന മാർക്ക് ഇതിൻ്റെ ഹാഫ് മാർക്ക് നിശ്ചയിക്കുന്ന ഘടകം കൂടിയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കീമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായിരിക്കും ഈ ഒരു പരീക്ഷയൊക്കെ കഴിയുമ്പോൾ. കാരണം നിങ്ങൾക്ക് എത്ര മാർക്ക് മേടിച്ചാൽ ഏതൊക്കെ കോളേജുകളിലേക്ക് കിട്ടും, എത്ര മാർക്ക് മേടിച്ചാൽ ഏതൊക്കെ റാങ്കിനകത്ത് വരും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും വിദ്യാർത്ഥികൾക്കും അതിലുപരി രക്ഷകർത്താക്കൾക്കുമുണ്ട്. അങ്ങനെയുള്ള കൺഫ്യൂഷനുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നമ്മൾ ആ 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ലേറ്റസ്റ്റ് ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സംഭവമൊന്നുമല്ല, കീം റാങ്ക് മാർക്ക്. നിങ്ങൾ എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷം, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒക്കെ ഒരു ബേസിക് ആയിട്ട് എടുത്തുകൊണ്ട് ഇത്ര റാങ്കിനകത്ത് പ്രതീക്ഷിക്കാം. ഒരു ഫോർകാസ്റ്റിംഗ് ഡേറ്റയാണ്. അതിന് ഒരുപക്ഷെ വലിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല നമ്മുടെ ട്രെൻഡ് അനുസരിച്ച്. അപ്പോൾ അത് ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മാർക്കിന് വേണ്ടി പഠിക്കാം, എഴുതാം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. അത് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇന്റൻസീവ് ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, അതായത് PYQ ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്ലസ് ടു എക്സാം കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ എല്ലാവിധ അപ്ഡേറ്റുകളും അടങ്ങുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക, കീം ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിലേക്ക്. സോ നമുക്ക് അവിടെ ഈ ഒരു ഫയലും അതിനുശേഷമുള്ള സ്റ്റഡി പ്ലാനും PYQ ഡിസ്കഷൻസിന്റെ എല്ലാം ഡേറ്റാസ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.